ദയാദുർഗ. രചന നിമാ സുരേഷ്. അവതരണം അപര. മുകൾ മുറിയിലെ ജനലോരം ചേർന്ന് വഴിവക്കിലേക്ക് കണ്ണും നീട്ടി നിൽക്കുന്ന ദയയെ പിറകിലൂടെ പുണർന്നു ശ്രീറാം. അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. ദയയുടെ സാന്നിധ്യം ആസ്വദിച്ച ശ്രീറാം അവൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി അവളും മുന്നോട്ടുള്ള അല്പനിമിഷങ്ങൾ നിശബ്ദമായി തള്ളി നീക്കി. എന്തിനാ അയാളെ കാണാൻ എന്നെ നിർബന്ധിച്ചത്? ദയ ദുഃഖത്തോടെ ചോദിച്ചു. മറുപടി പറയും മുമ്പേ ശ്രീറാം പിന്നിലൂടെ ദയയുടെ വലത് കവിളിൽ വളരെ നേർമയിൽ ചുണ്ടു ചേർത്തു. അവളുടെ ഗന്ധം ആവാഹിക്കുന്ന പോൽ ചെറിയ ശബ്ദത്തോടെ ശ്വാസം വലിച്ചെടുത്തു. എനിക്കങ്ങനെ തോന്നി. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നത്തെയും പോലെ അലക്ഷ്യമായി പറഞ്ഞവൾ ശ്രീറാമിന് അഭിമുഖമായി പിന്തിരിഞ്ഞ് അവനെ ഇറുകെ പുണർന്നു. ശേഷം നിറഞ്ഞ കാര്യത്തോടെ ആ ഇടനെഞ്ചിൽ ചുംബിച്ച് വലത് കവിൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എനിക്കൊരു കാര്യം. പറഞ്ഞോളൂ. നിധിമോളെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ശ്രീറാം മിഴിഞ്ഞ കണ്ണുകളോടെ ദയയെ തൻ്റെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റി. അഖിലേഷ് ഏട്ടനോട് അവളെനിക്ക് തരാൻ പറയൂ. കുന്നോളം പ്രതീക്ഷയോടെ ദയ ശ്രീറാമിലേക്ക് നോട്ടമേതു. അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ലെന്നത് കണ്ടതും അവൾ തുടർന്നു. എനിക്ക് അവളെ സ്വന്തമായി വേണം. സ്വരത്തിൽ വാശി നിറഞ്ഞു. ശ്രീറാമിന് അതൊട്ടും ബോധിച്ചില്ല. താൻ എന്താണ് ദുർഗ ധരിച്ചു വെച്ചിരിക്കുന്നത്? ചോദിച്ചാൽ ഉടനെ എടുത്തു നൽകാൻ ആ കുഞ്ഞെന്താ വല്ല വസ്തുവോ മറ്റോ ആണോ? അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ശ്രീറാമിൻ്റെ ശബ്ദം കടുത്തപ്പോൾ ദയയ്ക്ക് അത് വിഷമമായി. അവൾ കണ്ണു നിറച്ചു. എന്നാൽ ശ്രീറാം അത് കണ്ടില്ലെന്ന് നടിച്ചു. ഈ ആഗ്രഹം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കൂ ദുർഗ. വെറുതെ മോഹിക്കണ്ട. നാളെ നമ്മൾ തിരിച്ചു പോയാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും തനിക്ക് അവളെ കാണാമല്ലോ. ദയ മറുപടി ഒന്നും പറയാതെ വീണ്ടും ജനലഴികളിൽ പിടിച്ച് ദൂരേക്ക് മിഴികൾ നാട്ടി. ആശിച്ചത് കിട്ടാതെ പോയതിൻ്റെ ദുഃഖം അവളിൽ നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. ദുർഗ, അവളെ അഡോപ്റ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എന്നാൽ അതിന് നമ്മൾ വിവാഹിതരായിട്ട് പോലുമില്ല. അഡോപ്ഷൻ എലിജിബിൾ ആകണമെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറഞ്ഞത് 2 വർഷമെങ്കിലും പൂർത്തിയാക്കണം. എനിക്കവളെ വേണം, എൻ്റെ കുഞ്ഞായിട്ട്. അവൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. തനിക്ക് എന്നെ വേണ്ടേ? അപ്രതീക്ഷിതമായ ശ്രീറാമിൻ്റെ ചോദ്യത്തിൽ ദയ പകച്ചുപോയി. അല്ല, എൻ്റെ എന്ന് മാത്രം പറയുന്നത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ശ്രീറാം വ്യസനപൂർവ്വം അവൻ്റെ ഭാഗം വിശദീകരിച്ചു. ദയ ഞെട്ടിപ്പോയി. വാക്കുകളെ ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്ന രീതി. സ്വാർത്ഥിയായി പോയോ താൻ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ആരോരും ഇല്ലാതെ വളരുന്നതിൻ്റെ നോവും യാതനകളും ഒരുപാട് അനുഭവിച്ചവളാണ് ഞാൻ. ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും, കുടുംബത്തിൽ തുടങ്ങി സമൂഹത്തിൽ വരെ. ചോദിക്കാനും അവകാശം പറയാനും ആരുമില്ലാത്തവരാകുമ്പോൾ അതിൻ്റെ തീവ്രത കൂടും. ശരി ഏതാ തെറ്റേതാ എന്നറിയാതെ പലയിടത്തും ഞാൻ പകച്ചു നിന്നിട്ടുണ്ട് ശ്രീയേട്ട. ഉള്ളറിയാതെ അയാൾ പുറമേക്ക് ഒഴുക്കുന്ന കാപട്യം നിറഞ്ഞ സ്നേഹപ്രകടനങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അയാളുടെ സ്പർശനങ്ങളിലും ചുംബനങ്ങളിലും തോന്നിയ അസാധാരണത്വത്തിൽ എൻ്റെ കുഞ്ഞു മനസ്സ് വല്ലാതെ ഉഴറിയിട്ടുണ്ട്. ഒന്നും പറഞ്ഞു തരാൻ പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനോ അമ്മയോ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ. ദയ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരഞ്ഞു. മറ്റാരേക്കാളും ഏട്ടൻ എന്നെ മനസ്സിലാകുമായിരിക്കും. പക്ഷേ ഞാൻ അഭിമുഖീകരിച്ച ദുരനുഭവങ്ങളുടെ കാഠിന്യം ഒരിക്കലും ഏട്ടൻ അറിയാൻ കഴിയില്ല. ഏട്ടനെന്നല്ല, അത്തരം അവസ്ഥയിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോകാത്ത ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പരീക്ഷണം ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകരുത്. മനം പൊള്ളിയടരുന്ന നോവിനാൽ ദയയുടെ സ്വരം ദുർബലമായി. ശ്രീറാമിൻ്റെ കണ്ണുകൾ പുകഞ്ഞു. കണ്ണുനീർ കവിൾ തടങ്ങളിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങി. ഹൃദയത്തിൽ ഒരു പാറക്കല്ലെടുത്തു വെച്ചപ്പോൾ ഭാരം അനുഭവപ്പെട്ടു അവന്. ദയയെ നെഞ്ചോടടക്കി പിടിക്കുമ്പോൾ അവൻ നിശബ്ദമായി തേങ്ങി. എന്തെന്നാൽ അവളിൽ ആ നിമിഷം ഉടലെടുത്ത വേദന അതേ തീവ്രതയോടെ അവനും അനുഭവിക്കുന്നുണ്ടായിരുന്നു. നല്ല നിലാവുള്ള രാത്രി. കുളക്കടവിലെ കൽപ്പടവിൽ അവർ 5 പേരും ഒരുമിച്ചിരുന്നു. ആ വീട്ടിലെ അവസാന രാത്രിയാണതെന്ന് എല്ലാവർക്കും നിശ്ചയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദയയ്ക്കും ശ്രീറാമിനും. ദേഹത്തെ പുണർന്നു പോകുന്ന ശീതക്കാറ്റിൽ
ദയ വിറകൊണ്ടപ്പോൾ ശ്രീറാം അവളെ തൻ്റെ കാൽത്തുടയിലേക്ക് കയറ്റിയിരുത്തി ശരീരത്തോടമർത്തി പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ വിരിഞ്ഞ മാറിടത്തിൽ ഒരു പുഷ്പത്തിൻ്റെ ഒട്ടും ഭാരമില്ലാതൊരിതൾ പോലെ ദയ പറ്റിക്കിടന്നു. ദയയ്ക്കൊഴികെ ബാക്കിയുള്ളവർക്ക് അവിടെ സംസാരിക്കാൻ ഒരേയൊരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ: സംഗീതം. മാറിവരുന്ന സംഗീത ശൈലികൾ, ഗാനരചനകൾ, സമകാലിക ഗായകർ, വിവിധ രാജ്യങ്ങളിലെ സ്റ്റേജ് ഷോകൾ, അവയിലെ വ്യത്യസ്ത ശ്രോതാക്കൾ തുടങ്ങി സംഗീത മേഖലയെ അനുബന്ധിച്ച എല്ലാ ഘടകങ്ങളും അതിലുൾപ്പെട്ടു. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ദയ തീർത്തും നിശബ്ദയായിരുന്നു. മുന്നിലെ തെളിനീർ വെള്ളത്തിൽ കാണുന്ന പൂർണ്ണചന്ദ്രൻ്റെ പ്രതിബിംബത്തിലേക്ക് കണ്ണും നട്ടവൾ ശ്രീറാമിൻ്റെ ദേഹച്ചൂട് അവൻ്റെ കുഞ്ഞിനെ പോലെ കുറുകിക്കൂടിയിരുന്നു. അവർ തമ്മിലെ ചർച്ചയ്ക്കിടയിൽ ശരൺ പറഞ്ഞ തമാശയിൽ മനസ്സ് തുറന്ന് കുലുങ്ങിച്ചിരിക്കുന്ന ശ്രീറാമിനെ ദയ തല ഉയർത്തി നോക്കി. സ്വതവേ ചെറുതായിരിക്കുന്ന അവൻ്റെ നിറപീലി കണ്ണുകൾ ചിരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകുന്നത് അവളിൽ കൗതുകം വിരിയിച്ചു. ചിരിക്കുമ്പോൾ നുണക്കുഴികൾക്കൊപ്പം വലത് കീഴ്ചുണ്ടിനോരത്തും ഒരു കുഞ്ഞു ചുഴി പ്രത്യക്ഷമാവുന്നു. ഇതുവരെ താനത് ശ്രദ്ധിക്കാതെ പോയതെന്തേ? അവൾ മനസ്സിൽ ചോദിച്ചു. തന്നെ മാത്രം നോക്കിയിരിക്കുന്ന ദയയെ ശ്രീറാം പുരികം ചുളിച്ചു നോക്കി. നേരത്തെ ചിരിച്ചതിൻ്റെ ബാക്കി പത്രമായിരുന്ന അറുചിരി അപ്പോഴും അവൻ്റെ വിടർന്ന ഇളം റോസ് ചുണ്ടുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്നു. തണുക്കുന്നോ? ചോദ്യത്തോടെ ശ്രീറാം ദയയെ അവൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ ചായച്ചു കിടത്തി. ദയ ഇല്ലെന്ന് ചുമലുകുച്ചിയപ്പോൾ ശ്രീറാം മിഴികളാൽ ശരണിനെ നോക്കാനായി ആംഗ്യം കാണിച്ചു. അവൻ്റെ കണ്ണുകളെ പിന്തുടർന്ന ദയ ഗിറ്റാർ പിടിച്ച് തങ്ങളെ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുന്ന ശരണിനെ കണ്ട് ജാള്യതയോടെ ചിരിച്ചു. അയ്യ, ഇത്ര നേരം ഏട്ടനെ വായി നോക്കിയിരുന്നിട്ട് അവളുടെ ആവിഞ്ഞ ചിരിയുണ്ടോ? ഗോപു പരിഹസിച്ചപ്പോൾ ദയ അവൾക്ക് നേരെ കണ്ണുകൾ കൂർപ്പിച്ചു. ഗോപു, നിന്റെ ഇന്നത്തെ പാട്ട് ഏട്ടനും ഏട്ടത്തിക്കും തന്നെ ആയിക്കോട്ടെ, കൈലാസ് കളിയോടെ അഭിപ്രായപ്പെട്ടു. ആലോചിക്കാം. ഗോപിക അല്പം ഗമയോടെ പറഞ്ഞു നിർത്തിയപ്പോൾ മറുപടിയായി എല്ലാവരും ചിരിച്ചു. പിന്നീട് ശരണം ഗോപികയും തമ്മിൽ എന്തൊക്കെയോ ചർച്ച ചെയ്തു. ഏട്ടാ, തുടരാനായി ഗോപികയുടെയും ശരണിൻ്റെയും കണ്ണുകൾ ശ്രീറാമിലേക്ക് ചലിച്ചു. നേർത്ത പുഞ്ചിരിയാലെ തൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്ന ദയയുടെ ശിരസിൽ കവിൾ ചേർത്തവൻ പാടിത്തുടങ്ങി. ഒപ്പം കണ്ണുകൾ നിറയുകയും ചെയ്തു. ആരോ എഴുതിയ വരികൾ. പക്ഷെ അവൻ പാടിയത് തനിക്ക് വേണ്ടിയാണ്, തന്നെ മനസ്സിൽ നനച്ചാണ്.
അവൾക്ക് അവനെ ഒന്ന് ചുംബിക്കാൻ തോന്നി. വരികളിലെ പോലെ അത്രമേൽ അഗാധമായി, ആഴത്തിൽ തൻ്റെ മുഴുവൻ പ്രണയവും പകർന്നു നൽകി. ആ രാവ് വെളുക്കുവോളം അവൻ്റെ കണ്ണിമകളിലും നുണക്കുഴി കവിളുകളിലും അധരങ്ങളിലും മാറി മാറി ചുംബിക്കാൻ ഹൃദയം വെമ്പൽ പൂണ്ടു. ദയ ശ്രീറാമിനോട് ചേർന്നിരിക്കുന്നെന്ന വ്യാജേന ഒന്ന് ചെരിഞ്ഞ് ഏന്തി വലിഞ്ഞ് മുഖം അവൻ്റെ കഴുത്തിടുക്കിലേക്ക് ചേർത്തു. വളരെ പതിയെ ഒന്ന് ശങ്കിച്ചുകൊണ്ടവൾ തൻ്റെ ചുണ്ടുകൾ കൂർപ്പിച്ചൊരു ചുംബനം നൽകി. ശ്രീറാം ഒന്ന് വിറച്ചു. ദുർഗ. ഇടർച്ച ബാധിച്ച അവൻ്റെ ശബ്ദം അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ പതിഞ്ഞതും മൃദുലവുമായിരുന്നു. ദയ കുസൃതിയോടെ വീണ്ടും ചുംബിച്ചു. വേണ്ടാട്ടോ. അവൻ അവൾക്ക് സ്നേഹം കലർന്ന താക്കീത് നൽകി. ദയൊന്ന് അടക്കി ചിരിച്ചു. പിന്നീടെന്തോ ചിന്തിച്ച് ശ്രീറാമിൻ്റെ കഴുത്തിനൊരു വശത്ത് മെല്ലെ കടിച്ചു. അപ്രതീക്ഷിതമായതിനാൽ ശ്രീറാം എരിവ് വലിച്ചുപോയി. അത്ര നേരവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ശരണിൻ്റെയും കൈലാസിൻ്റെയും ഗോപുവിൻ്റെയും നോട്ടം അവർക്ക് നേരെയായി. എന്തു പറ്റിയേട്ടാ? അതൊന്നുമില്ല, കൊതുക് കടിച്ചതാ. കള്ളം പറയുന്നതിൻ്റെ എല്ലാ പതർച്ചയും നിറഞ്ഞിരുന്നു അവൻ്റെ വാചകങ്ങളിൽ. മുഖത്ത് പടർന്ന പരിഭ്രമത്തിലും അത് പ്രകടമായി. അയ്യോ പാവം, ദച്ചു ഉറങ്ങിപ്പോയല്ലോ, ശരൺ അലിവോടെ പറഞ്ഞു. ശ്രീറാമിൻ്റെ കണ്ണുകൾ കുറുകി. കള്ളി, അവൻ മനസ്സിൽ ഉരുവിട്ടു. ദയ ഉള്ളാലെ കുസൃതിയോടെ ഊറിച്ചിരിച്ചു. തണുത്ത കാറ്റും കൊണ്ടിരുന്നത് മതി, നേരെ ഒരുപാടായി, എന്തെങ്കിലും അസുഖം വരും, പോയി കിടക്കാൻ നോക്ക്, ചെല്ല്. അവരെ പറഞ്ഞുവിടാൻ ശ്രീറാം തിടുക്കം കൂട്ടി. ഏട്ടാ കുറച്ചു നേരം കൂടെ. പറ്റില്ല, ഡ്രൈവ് ചെയ്യാനുള്ളതാ, ഉറക്കൊഴിച്ചാൽ ശരിയാകില്ല. ശ്രീറാമിൻ്റെ സ്വരം മുറുകി. മറ്റ് നിവൃത്തിയില്ലാതെ മൂവരും മടിയോടെ എഴുന്നേറ്റു. ദച്ചുവിനെ? ഉറക്കം നടിച്ചു കിടക്കുന്ന ദയയെ നോക്കി ശരൺ ചോദിച്ചു. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോളൂ. മൂവരും സമ്മതപൂർവ്വം തലയാട്ടി. ശ്രീറാമിനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി. അവർ പോയെന്നുറപ്പ് വരുത്തിയ നിമിഷം ശ്രീറാം ദയയെ നോക്കി. ഇപ്പോഴും കണ്ണടച്ച് കിടക്കുകയാണ് പെണ്ണ്. കള്ളത്തരം കാണിക്കുന്നതിൻ്റെ കള്ളച്ചിരി ചുണ്ടിൽ തത്തുന്നത് ശ്രീറാം കാണാതിരിക്കാൻ അവ ഉള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച് കിടക്കുകയാണവൾ. ശ്രീറാം മുഖം താഴ്ത്തി അവളുടെ കവിളിൽ അമർത്തിക്കടിച്ചു. വേദനയാൽ പുളഞ്ഞ് ദയ കണ്ണുകൾ തുറന്ന നിമിഷം ശ്രീറാം അതേയിടത്ത് ചുംബനങ്ങൾ അർപ്പിച്ചു. ദയ ചുണുങ്ങി ചുണുങ്ങി അവൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി മുഖം ചെവിയിടുക്കിലേക്ക് അടുപ്പിച്ചു. ഐ ലവ് യു. ദയ പെറുക്കി പറഞ്ഞത് കേട്ട് ശ്രീറാം അവളെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റി സൂക്ഷിച്ചു നോക്കി. ശരിയല്ലേ? അവൾ നിഷ്കളങ്കമായി മുഖം ചുളിച്ചു. അർത്ഥം അറിഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞത്? ശ്രീറാം ഗൗരവത്തോടെ ചോദിച്ചത് കേട്ട് ദയ ആശയക്കുഴപ്പത്തിലായി. എങ്കിലും അതേ എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. എന്താ അർത്ഥം? ഞാൻ നിന്നെ. നീ എന്നെ? ശ്രീറാമിൻ്റെ പുരികം ചുളിഞ്ഞു. സ്നേഹിക്കുന്നുവെന്ന് അവൾ അപരാധിയെ പോലെ തല കുനിച്ചു. ഇതാരാ തനിക്ക് പഠിപ്പിച്ചു തന്നത്? ഗോപിക. അത് ശരി, അവൾ ഇതെന്നോട് പറയാൻ പറഞ്ഞു. ശ്രീയേട്ടനോട് കുറേ ഇഷ്ടം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞോണ്ടാ. ഇങ്ങനെയല്ലേ പറയാ? അവസാന ചോദ്യത്തിൽ ദയ കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പലോടെ കൂടി. ശ്രീറാം ചിരിച്ചു. പിന്നെ ദയയെ കെട്ടിപ്പിടിച്ചു. ഐ ലവ് യു ടു. അവൻ്റെ സ്വരം അലിവുള്ളതായി. സങ്കടം സഹിക്കവയ്യാതെ ദയ തേങ്ങിയപ്പോൾ അവൻ ഒന്നുകൂടെ അവളെ ദേഹത്തോട് അമർത്തി. ശരീരം തമ്മിൽ ഉരസിയ നിമിഷം ഇരുവരും കണ്ണുകളടച്ചു. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു ശ്രീയേട്ടാ. പെയ്യട്ടെ, നമുക്ക് നനയാം. പനി പിടിച്ചാലോ? ആ പനിച്ചൂടിൽ ഒരു പുതപ്പിനുള്ളിൽ ദാ ഇതുപോലെ തമ്മിൽ മുറുകെ കെട്ടിപ്പുണർന്ന് കിടക്കാം. എന്തേ? മറുപടിയായി ഒന്ന് മൂളി അവൾ ശ്രീറാമിനെ നോക്കി മുഖം താഴ്ത്തി. വെണ്ണിലാ വെളിച്ചത്തിൽ ആ പെണ്ണിൻ്റെ തുടുത്ത കവിളുകളിൽ പടരുന്ന ചുവപ്പിനെ ഉന്മാദത്തോടെ നോക്കി അവൻ അവളുടെ അധരങ്ങളിൽ ചുണ്ടുകൾ ചേർത്തു. വേർപെടാനാകാത്ത വിധം ഏറെ നേരം ദീർഘമായി ചുംബിച്ചു. ശ്രീറാമിൻ്റെ വിരലുകൾ അവളുടെ പൂമേനിയെ താലോലിക്കുമ്പോൾ ദയയുടെ കൈകൾ അവൻ്റെ അലസമായ തലമുടിയിലും ചുമലിലും പുറംമേനിയിലും വിലയം പ്രാപിച്ചു. തന്നോടുള്ള പ്രണയം എനിക്ക് അടക്കി വയ്ക്കാൻ കഴിയുന്നില്ല ദുർഗ. ഇപ്പോൾ ഈ നിമിഷം തന്നെ മുഴുവനായി സ്നേഹിക്കാൻ കൊതി തോന്നുന്നു. ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നുന്നു. ശ്രീറാം കിതച്ചുകൊണ്ട് അവളുടെ അടുത്ത് മലർന്നു കിടന്നു.
ദയ ചിരിയോടെ ശ്രീറാമിന് നേരെ ചെരിഞ്ഞ് അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോട്ടമൂന്നി. ഭയമുണ്ടോ? എന്തിന്? എൻ്റെ താലിയില്ലാതെ, സിന്ദൂരമില്ലാതെ എൻ്റേതാകാൻ. ദയ മനസ്സുകൊണ്ടെന്നോ നിങ്ങളുടേത് മാത്രമായതല്ലേ? ശ്രീറാം അവളെ സംശയത്തോടെ നോക്കി. ദയക്കിനിയും തന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും ശ്രീറാമിന് വ്യക്തമായി. മനം മടുത്ത് മരണത്തിൽ അഭയം പ്രാപിക്കാൻ പോയ ഒരുവളായിരുന്നില്ലേ ഞാൻ. പിന്നീട് ഒരു കൊലയാളിയായി, ഭ്രാന്തിയായി, ചുറ്റുമുള്ളവരാൽ വെറുക്കപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, രാവും പകലും തിരിച്ചറിയാതെ പകച്ചു നിന്ന് എനിക്ക് നിങ്ങൾ സംരക്ഷണം ഒരുക്കിയില്ലേ. പിന്നീട് ഭ്രാന്തിൻ്റെ മിഥ്യാലോകത്ത് നിന്നും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നൊരു കുടുംബത്തെ തന്നു. പഴുത്തഴുകിയ മുറിവുകളിൽ സ്നേഹം കൊണ്ട് തേൻ പുരട്ടി അവ സുഖപ്പെടുത്തി. കരയുമ്പോൾ കണ്ണീരൊപ്പി ചേർത്ത് പിടിച്ചു, ചിരിക്കാൻ പഠിപ്പിച്ചു, പുതിയ ആകാശം കാണിച്ചു തന്നു. അവയിലേക്ക് പറന്നുയരാൻ ചിറകുകൾ തുന്നിച്ചേർത്തു. ഒടുക്കം പ്രണയം നിറച്ച് സ്വന്തം ജീവിതം വരെ വെച്ച് നീട്ടി. ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഈ കണ്ണുകളിൽ നിന്നും, എന്നെ ചുംബിച്ച് തളർത്തുന്ന ചുണ്ടുകളിൽ നിന്നും, എൻ്റെ ചർമ്മത്തെ സ്പർശിച്ച് കുളിരണിയിക്കുന്ന ഈ വിരലുകളിൽ നിന്നും, ഞാനുണ്ടെന്ന് പറയുന്ന ഈ ഹൃദയത്തിൽ നിന്നും എനിക്കൊരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ല, മരണത്തിൽ പോലും. പക്ഷേ ഈ ശരീരം എനിക്കറിയില്ല, ഒരിക്കലാ. ആ വാചകങ്ങൾ മുഴുമിപ്പിക്കാൻ ശ്രീറാം അവളെ സമ്മതിച്ചില്ല. അതരങ്ങൾ കൊണ്ടവളുടെ ശബ്ദത്തിനും വാക്കുകൾക്കും അവൻ ബന്ധനം തീർത്തു. എൻ്റേതാണ്, അത് മാത്രം മനസ്സിൽ വെച്ചോളൂ. മറ്റൊന്നും നീ ഓർക്കുകയോ പറയുകയോ അരുത്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല.